രാവിലെ 7:30 സ്കൂളിൽ പോകും. പിന്നെ വൈകിട്ട് 4:30 വരവുണ്ട്. ഞാൻ സമൂഹ മാധ്യമത്തിൽ കേട്ടൊരു വാർത്ത. സ്കൂളിലേക്ക് പോയ പെൺകുട്ടിയാണ്. തെറിച്ച് വീട്ടിലേക്ക് എത്തിയില്ല. കാണാതെയായ പെൺകുട്ടിയെ കുടുംബ വീട്ടിലേക്കൊക്കെ അന്വേഷിച്ചു. പലയിടങ്ങളിൽ വിളിച്ചു. പെൺകുട്ടി കാണുന്നില്ല. കാരണം ഇവിടുത്തെ നിയമം കൊണ്ട് ആ പെൺകുട്ടിയുടെ പേര് പറയാനോ അല്ലെങ്കിൽ ഫോട്ടോ കാണിക്കാനോ ഒന്നും പറ്റാത്തൊരു അവസ്ഥ, നിയമങ്ങളൊക്കെ അങ്ങനെയാണല്ലോ. ആ പെൺകുട്ടിയെ 14 വയസ്സെന്ന് പറയുമ്പോൾ നാം ഓർക്കണം, അവസാനം അന്വേഷിച്ച് പെൺകുട്ടി അവസാനം കിട്ടുന്നത് മയ്യത്തായിട്ടാണ് കിട്ടുന്നത്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ വീട്ടിൽ, നമ്മുടെ മക്കളും സ്കൂളിൽ മദ്രസയിലൊക്കെ പോകുന്ന മക്കളാണ്. മലപ്പുറത്ത് കറുവാറുകുണ്ടെന്ന് പറയുന്ന സ്ഥലത്ത് ഈ ഒരു സംഭവം നടന്ന, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് നിസ്സാരമായി കാണേണ്ട ഒരു കാര്യമൊന്നുമല്ല. ഇപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവൻ പ്രായപൂർത്തിയാവാത്തവനാണെന്ന് തിരിഞ്ഞു വരും. സുഖമായി ഇവിടെ ജീവിക്കും. ഇവരെക്കുറിച്ചൊന്നും പറയാനും പാടില്ല. നോക്കൂ, നമ്മുടെ മക്കളുടെ ഈ പ്രേമം, സ്നേഹം, ഈ കാമം എന്നുള്ളത് ഇന്ന് നമ്മുടെ മാതാപിതാക്കൾ മക്കളെ കയ്യിൽ ഫോൺ കൊടുക്കുമ്പോൾ ഇതൊന്നും ചിന്തിക്കുന്നില്ല. കാരണം പഠിക്കാൻ ഫോൺ വേണം, ഫോണില്ലെങ്കിൽ പഠിക്കാൻ പറ്റൂല, പല രീതിയിലാണ്. മാതാപിതാക്കൾ മക്കളെ നിയന്ത്രിക്കാനും പറ്റുന്നില്ല. അവർക്ക് ഈ സ്നേഹം, പ്രേമം എന്ന് പറഞ്ഞിട്ട് പിന്നാലെ കിട്ടിയവൻ്റെ പിന്നാലെ ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പോകും. അപ്പോൾ ഇവള് സ്കൂളിൽ നിന്ന് ഏകദേശം 14 കിലോമീറ്റർ അപ്പുറമാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ഇവളെ സ്വന്തം ഇഷ്ടത്തോടു കൂടിയാണ്. ഇവൻ്റെ പ്രായമാണെങ്കിൽ എത്രയാണ്? 16 വർഷമാണ്. 16 വർഷമെന്ന് പറയുമ്പോൾ ആ പ്രായമൊക്കെ കഴിഞ്ഞു വന്നവരെല്ലാം ആ സമയത്ത് നമ്മുടെ ചിന്താഗതിക്ക് എങ്ങനെയായിരുന്നു? ഇങ്ങനെ അവനെ കൊണ്ടുപോകുകയും ഈ ഒരു ലൊക്കേഷനിലേക്ക് അവൻ ആദ്യം തന്നെ പോയി അവിടുത്തെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് ഇവളെ കൊണ്ടുപോകുന്നത്. ഇവനെ പിടികൂടിയ സമയത്ത് തന്നെ ഇവനോട് ചോദ്യം ചോദിക്കും പറഞ്ഞത് അത് ട്രെയിൻ ഇടിച്ചതാണ് ഇതായത്. കാരണം നമ്മൾ ഒന്നിച്ച് പോയതൊക്കെ ശരിയാണ്. അതിൻ്റെ തലേ ദിവസം വീട്ടിൽ പോയി മാതാപിതാക്കളുടെ ഭീഷണിയോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പഠിപ്പിക്കും നിങ്ങളുടെ മോൾക്ക് എന്ന് പറഞ്ഞിട്ട്. മാതാപിതാക്കൾ ഭീഷണിപ്പെടുത്തി പോയവനാണ്. ഒരു മാതാപിതാക്കളെ മുമ്പിൽ വെച്ച് ഇത്ര ഭീഷണി 16 വർഷമുള്ള ചെറുപ്പമൊക്കെ ഒരു ചെറുക്കൻ ഇങ്ങനെ പറയുകയാണെങ്കിൽ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ മാതാപിതാക്കൾക്ക് ഇന്ന് സമയമില്ല. നമ്മുടെ മക്കളോട് ഒന്ന് സംസാരിക്കാൻ അവരെന്തെല്ലാം കാര്യത്തിൽ ഇടപെടുന്നുണ്ട്, അവരെങ്ങനെയാണ്. കാരണം മക്കൾ മൊബൈൽ വേണമെന്ന് ആവശ്യപ്പെട്ട് മൊബൈൽ കൊടുക്കുക. ഈ മൊബൈൽ കൊടുക്കൽ കൊണ്ടല്ലേ ഈ ബന്ധങ്ങൾ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ബന്ധങ്ങൾ ഉണ്ടാകുക? എവിടെയെങ്കിലൊക്കെ പഠിച്ചെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടാവും, അത്രയേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ ഈ മാത്രമേ ഇവന് ഇവളെ കൊന്നുകളഞ്ഞെന്ന് മാത്രമല്ലല്ലോ, ഇവളെ പേടിപ്പിച്ചിട്ടാണ് ഇവന് കൊന്നുകളയുന്നത്. ഇവനിപ്പോൾ കുറ്റം സമ്മതിച്ചു. പോലീസുകാരുടെ ചോദ്യത്തിൻ്റെ മുമ്പിൽ കുറ്റം സമ്മതിച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഇവൻ ചെയ്യണമെങ്കിൽ, ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ഇവനിക്ക് അറിയണമെങ്കിൽ, ഇതൊക്കെ ഇവൻ്റെ മാതാപിതാക്കൾ ഇവൻ്റെ മാതാപിതാക്കളെ പറഞ്ഞിട്ട് കാര്യമല്ല. കാരണം ആ മാതാപിതാക്കൾക്ക് പഠിപ്പിക്കേണ്ടത്, ഒരു മക്കളായതിന് ശേഷം മക്കളെ കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം അവരും ശ്രദ്ധിച്ചില്ല. ഇവരാണെങ്കിലും ആ കാര്യം തീർച്ചയായിട്ടും ഈ മകൻ ഈ ഭീഷണി പറയുമ്പോൾ ഇവരും അത് കാര്യമായി ഒരു കണക്കിലെടുത്തില്ല. നോക്കൂ, മകൾ, നമ്മുടെ പൊന്നുമക്കളൊക്കെ സ്കൂൾ മദ്രസയിൽ പോകുന്നവരാണ്. ഇങ്ങനൊരവസ്ഥയായാൽ എങ്ങനെ എൻ്റെ മക്കളൊക്കെ സ്കൂൾ മദ്രസ? ഇപ്പോൾ നോക്ക്, നമ്മുടെ ചില മാതാപിതാക്കൾ പറയുന്നു, ഉസ്താദെ മകൾക്ക് 14 വർഷമാണ്, 15ആണ്, 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്ന, 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്ന, വല്ലാത്ത പ്രണയമാണ്, അങ്ങനെ എന്ത് ചെയ്യുക? അടുത്തൊരു ഉമ്മ വിളിച്ചിരുന്നു. ആ ഉമ്മ പറഞ്ഞത് ക്ലാസ് എത്ര 10ലോ 9ലോ പഠിക്കുകയാണ്, വീട്ടിൽ നിറയെ ആളുകൾ വന്നിട്ടുണ്ടെന്നാ. എന്തിനാ വന്നത്? മോളെ തരണം, ഇല്ലെങ്കിൽ ഭീഷണിയുമായിട്ടാണ് കുറേ ചെറുപ്പക്കാർ വീട്ടിലേക്ക് വന്നിട്ടുള്ള പ്രശ്നമാക്കി. കാരണം ഇവളും ഞാനും വലിയ പ്രണയത്തിലാണ്, ഇവളെ എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിനെന്ത് പരിഹാരം, എന്ത് ചെയ്യണം, ഏത് സൂറത്ത് ഓതണം, എന്ത് ഓതണം? ഉമ്മ ഫോൺ വിളിച്ച് ചോദിക്കുക. മകളുടെ പ്രായമാണെങ്കിലോ എത്ര ചെറിയ പ്രായമാണ്. ഇതൊക്കെ തുടങ്ങുന്നത് നമ്മുടെ ഈ മൊബൈൽ മക്കളെ നിയന്ത്രിക്കും. മക്കൾക്ക് പഠന ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ കൊടുത്ത് മക്കളത് കൃത്യമായി നോക്കുന്നുണ്ടോ നോക്കണം. ഇവൻ പല വിധത്തിലുള്ള കളവുകൾ പറയുന്നുണ്ട്. അതിൻ്റെ ശേഷം അവൾ ആരെ കൂടെ പോയി എനിക്കറിയില്ല എന്ന രീതിയിലൊക്കെ. നമ്മുടെ മക്കൾ ഈ രീതിയിലായാൽ തീർച്ചയായും ഇതൊരു വല്ലാത്തൊരു, ഈ വാർത്ത കേട്ടപ്പോൾ തന്നെ വല്ലാത്ത സങ്കടമായി. നമ്മുടെ ഒരു അവസ്ഥ, നമ്മുടെ മക്കളുടെ അവസ്ഥ, ഈ ചെറിയ ചെറിയ പ്രായത്തിൽ ഇത്തരത്തിലുള്ള
ഈ ബെസ്റ്റിയൊന്നും പ്രണയമൊന്നും പറഞ്ഞിട്ട് നടക്കുന്ന നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾക്ക് ഇത്തരത്തിലുള്ള പ്രണയങ്ങളുണ്ട്. നമ്മുടെ മുമ്പിൽ അവരൊന്നും അറിയിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ മക്കൾ അങ്ങോട്ടാണ് പ്രണയം. ഇൻസ്റ്റാഗ്രാമിൽ അവൻ്റെ ഫോട്ടോ നോക്കുക, അവനെക്കുറിച്ച് പഠിക്കുക, അവൻ്റെ ഫോട്ടോ തന്നെ അവൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ കാണിക്കുക, എന്നിട്ട് പ്രണയം ബന്ധങ്ങളൊക്കെ പറയുക, അതിനെ കുട്ടികൾ പരസ്പരം ഷെയർ ചെയ്യുക, അവനുമായിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ചൊക്കെ. അവസാനം ഇവൻ്റെ ആഗ്രഹമൊക്കെ തീരുമ്പോൾ അവസാനം കൊന്നുകളയുന്നൊരവസ്ഥയിലേക്കാണ്. എൻ്റെ അടുത്ത് കൂടെ പഠിച്ച സുഹൃത്തുക്കളൊക്കെ കൂടി ഒരു കുട്ടിയെ കൊന്നുകളഞ്ഞു. അവർ പിന്നെ പരീക്ഷ എഴുതി, അവർ പിന്നെ പുറത്ത് വന്ന് പിന്നെ ഇപ്പം ജയിലിലൊക്കെ ശമ്പളമൊക്കെ കൂട്ടിയിട്ടുണ്ടല്ലോ. പിന്നെ ഇവന് സുഖമായി തിരിച്ചു വരുമ്പോൾ ഏകദേശം 22 ലക്ഷം റുപ്യ വരും, 10 വർഷം ജയിലാണെങ്കിലും. തിരിച്ചു വരുമ്പോൾ ഒരു 26 വയസ്സ്, നല്ലൊരു സമ്പത്തുമായി എല്ലാമായി. ഇതാണ് അവസ്ഥ. ഇവർക്കുള്ള ഫോട്ടോകളോ മറ്റു വിവരങ്ങളോ ഒന്നും ഷെയർ ചെയ്യാൻ പറ്റില്ല. 14 ഇത്രേ പറയാൻ പറ്റുള്ളൂ. കാരണം അത് പറഞ്ഞാൽ അതും പിന്നെ വലിയ പ്രശ്നമാണ്. ഇത്തരക്കാർ ഇങ്ങനെ ചെയ്യുമ്പോൾ, ഇത്തരത്തിലുള്ള നിയമങ്ങൾ വരുമ്പോൾ ഇങ്ങനെയുള്ള ഈ പ്രതികൾ കൂടി വരികയാണ്. മക്കൾക്ക് പിന്നെ ആ പ്രായത്തിൽ തന്നെ നമ്മളെക്കാളും അവർ എല്ലാത്തിനും കഴിവുള്ളവരായി മാറി. നമ്മളെക്കാൾ വളരെ വേഗത്തിൽ അവർക്ക് മൊബൈലൊക്കെ ഉപയോഗിക്കാൻ അവർക്കറിയാം. നോക്ക്, ആ കുടുംബം ഇന്ന് വല്ലാത്ത സങ്കടത്തിലും പ്രയാസത്തിലാണ്. ആരാ കുടുംബത്തെ ആശ്വസിക്കും? ആ കുടുംബം കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ സമൂഹ മാധ്യമങ്ങൾ ആ കുടുംബക്കാർ പറയുന്ന വാക്കുകൾക്കും വല്ലാത്ത സങ്കടമുണ്ട്. നമ്മുടെ മക്കൾ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ മക്കളെ നാം വളർത്തുന്ന സമയത്ത് അവരെ കൂടെ, കാരണം ഇതിനുള്ള ചില കാരണങ്ങൾ നമ്മുടെ മക്കൾക്ക് വീട്ടിൽ കിട്ടുന്ന സ്നേഹം കുറവ്. നോക്കൂ, ഈ 2026 തുടങ്ങിയതേ ഉള്ളൂ. വാർത്തകൾ വല്ലാത്ത വേദനിപ്പിക്കുന്ന വാർത്തകളാണ് അല്ലേ? തന്നെ സ്നേഹിക്കുന്നവന്, തൻ്റെ കൂടെ നിൽക്കുന്നവന്, തനിക്കൊന്നും തൻ്റെ കൂടെ നിൽക്കുന്നവന് നല്ല രീതിയിലായിരിക്കും അവൻ്റെ കൂടെ കൂടിയത്. അവസാനം അവൻ ചെയ്തതോ ഇത്രയേ ഉള്ളൂ. പ്രണയം ബെസ്റ്റ് എന്ന് പറയും, അവർക്കുള്ള സ്നേഹത്തോടു കൂടി അവർ കൂടും. അവസാനം അവൻ ശരീരം വേണമെന്ന് ചോദിക്കുമ്പോൾ ആ ശരീരം തരൂല എന്ന് പറയുമ്പോഴേക്ക് അവിടെ തുടങ്ങി പിണക്കം. ആ പിണക്കത്തിൽ പിന്നെ അവസാനം അതാണ് പറയുന്നത്, ഞാൻ ശാരീരികമായി ബന്ധപ്പെടാൻ ആവശ്യപ്പെടുമ്പോൾ അവൾ അത് വിസമ്മതിച്ചു, അതെനിക്ക് ദേഷ്യം വന്നു, ഞാനങ്ങനെ കൊന്നുകളഞ്ഞു എന്നാണ് പറഞ്ഞത്. നോക്കൂ, ഇത്രയാണ്. പെൺകുട്ടികൾ നമുക്കൊരു കൂടെ ഒരാളുണ്ടല്ലോ എന്ന രീതിയിലാണ്. അവസാനം അവർ പറയുന്ന, അവർ അഭ്യർത്ഥിക്കുന്ന, അവർ ചോദിക്കുന്നത് കൊടുക്കാതിരിക്കുമ്പോൾ തീർച്ചയായും ഒരു ദേഷ്യം കൊണ്ട് പലതും ചെയ്യുന്നു. ഇതുകൊണ്ട് ആ കുടുംബത്തിൻ്റെ പൊന്നുപോലത്തെ കഷ്ടപ്പെട്ട് തൻ്റെ കുടുംബത്തിൻ്റെ എല്ലാമായിരുന്നു. അവൾക്ക് വേണ്ടിയാണല്ലോ ഈ മാതാപിതാക്കൾ, മക്കൾക്ക് വേണ്ടിയല്ലല്ലോ, ഭാര്യ മക്കൾക്ക് വേണ്ടിയാണല്ലോ ഈ പിതാക്കന്മാർ വിദേശത്തും നാട്ടിലും പല കച്ചവടങ്ങളും പലതും ചെയ്ത് കഷ്ടപ്പെട്ട് ജീവിക്കുന്നത്. ആ മക്കളെ ഇല്ല എന്ന് പറഞ്ഞാൽ ഇനി ഈ കഷ്ടപ്പെട്ടിട്ട് എന്ത് കാര്യമാണ്? നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ഗൗരവത്തിൽ മക്കൾ ആരെ കൂടെ സുഹൃത്ത് കൂടുന്നുണ്ട്, കൃത്യമായി സ്കൂളിലേക്ക് എത്തിയില്ലെങ്കിൽ കൃത്യമായി അധ്യാപകന്മാർ വിളിച്ച് പറയണം, നിങ്ങളുടെ മകൾ ഇന്ന് സ്കൂളിൽ വന്നിട്ടില്ല. മാതാപിതാക്കൾ പറയും ഇന്ന കാരണം കൊണ്ടാണ് വരാത്തത്. അല്ലെങ്കിൽ അവർ പറയുമല്ലോ, നമ്മുടെ നിന്ന് സ്കൂളിലേക്ക് അയച്ചിട്ടുണ്ട്, മകൾ എന്താ എത്താത്തത്. സ്കൂൾ അധ്യാപകന്മാർ പറയണം, ഒരു ദിവസം കുട്ടി സ്കൂളിലേക്ക് വരുന്നില്ലെങ്കിൽ നേരത്തെ അല്ലെങ്കിൽ ഒരു ദിവസം മുമ്പ് തന്നെ അറിയിക്കണം. ഇനി വന്നില്ലെങ്കിൽ അധ്യാപകൻ നേരെ കൃത്യമായി അപ്പം തന്നെ ഫോൺ വിളിച്ച് അറിയിക്കണം, നിങ്ങളുടെ മകൾ സ്കൂളിലേക്ക് എത്തിയിട്ടില്ല, എന്തുകൊണ്ട് എത്തിയില്ല. അപ്പം തന്നെ അവർ വിവരം അങ്ങോട്ട് അറിയിച്ചാൽ തീർച്ചയായും മാതാപിതാക്കൾ ആ കാര്യം ശ്രദ്ധിക്കും. കാരണം കുറച്ച് മുമ്പ് ഈ സ്കൂൾ അധ്യാപകന്മാർ അറിയിച്ചിരുന്നെങ്കിൽ പെട്ടെന്ന് അന്വേഷിക്കുകയും പെട്ടെന്ന് ഇവരെ പിടികൂടാൻ സാധിക്കുകയും ചെയ്യുമായിരുന്നു. വൈകുന്നേരം ആകുമ്പോഴേക്കാണ് മകൾ വീട്ടിലേക്ക് വന്നില്ല എന്ന് അറിയുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു അവർക്ക് നല്ല ബോധവും നല്ല ചിന്താഗതിയും നൽകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട പെൺകുട്ടികൾ മനസ്സിലാക്കണം, നിങ്ങളെ അവർ സ്നേഹിക്കുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല, നിങ്ങളുടെ ശരീരത്തെ അവർ ചൂഷണം ചെയ്യുകയാണ്. നിങ്ങളവർ സ്നേഹത്തോടു കൂടി സംസാരിക്കുമ്പോൾ വിചാരിക്കും, എന്നോട് വല്ലാത്ത പ്രണയമാണ് ഇവനിക്ക് എന്നോട് വല്ലാത്ത അവൻ്റെ മാതാപിതാക്കളെക്കാൾ വലിയ സ്നേഹമാണ് ഇവനിക്ക്. ഒരിക്കലും മണ്ണം കെട്ടവനൊന്നുമില്ല, എൻ്റെ ശരീരം ഒന്ന് ഉപയോഗിക്കാൻ അവനിക്ക് കിട്ടണം. അവന് പലതും കണ്ടിട്ട് വന്നതാണ്, അത്തരത്തിലുള്ള രീതികളൊക്കെ. അത് അവൻ്റെ ശരീരത്തിൽ പ്രകടമാക്കാൻ വേണ്ടി, നിന്നെ ഒന്ന് കിട്ടാൻ വേണ്ടിയാണ് ഇവർ നാടകീയമായ ഒരു അവസ്ഥയിലേക്ക് അവൻ എത്തുന്നത്. ഈ പാവം അങ്ങനെ വിശ്വസിച്ച് പോയി. ഇവളങ്ങനെയല്ല ചെയ്തത്, ഇവൻ വിശ്വസിച്ചുകൊണ്ടാണ് പോയത്. ഒന്ന് കറങ്ങി വരാം ഇവൻ്റെ കൂടെ എന്നാണ് പറയുന്നത്. പക്ഷേ ഇവൻ്റെ കരക്കം കഴിഞ്ഞ് പിന്നെ അവസാനം ഇവൻ ആവശ്യപ്പെടുന്നത് വേറെയാണ്. അവളത് വിസമ്മതിക്കുകയും ആ സമയത്ത് തന്നെ ഇവൻ അവളെ അവസാനിപ്പിക്കുകയും ചെയ്തു. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരിക്കലും ഇത്തരത്തിലുള്ള പ്രണയത്തിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ കുടുങ്ങി പോകരുത്. എത്ര വലിയ
അവൻ അത്ര വലിയ നല്ലവനായതുകൊണ്ടല്ലേ ഇവൾ ഇറങ്ങിപ്പോയത്. അവന് ഒരിക്കലും എന്നെ വഞ്ചിക്കില്ല, എന്നിങ്ങനെ കൊന്നുകളയുമെന്ന് അവൻ അറിയുമായിരുന്നെങ്കിൽ, അവൾക്കറിയുമായിരുന്നു ഇവനെ കൂടെ പോകുമായിരുന്നു. ഒരിക്കലും ഇല്ലായിരുന്നു. ഇവൻ ഞാനാണ് ഇവനിക്ക് ഏറ്റവും വലിയ കാര്യം, ഞാൻ വിട്ടിട്ടൊന്നുമില്ല എന്നവൾ വിശ്വസിച്ചുകൊണ്ടല്ലേ പോയത്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇതാ മെഹറാജിൻ്റെ ദിവസങ്ങളൊക്കെയാണ്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മെഹറാജിൽ ചെയ്യേണ്ട അമലുകളെക്കുറിച്ചൊക്കെ നാം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് പോയി കാണുക. അള്ളാഹു ഈ മെഹറാജിൻ്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് നമ്മുടെ മക്കൾ അള്ളാഹു സ്വാലിഹീങ്ങളും ഉഖറവീങ്ങളും ആക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.